ഇന്നും ഇന്നലെയുമായിട്ട് വീണ്ടും ബാല അമൃത സുരേഷ് ഇഷ്യൂസ് വീണ്ടും വന്നിരിക്കുകയാണ്. അതായത് ഇന്നലെ ന്യൂസുകളിലൊക്കെ ഉണ്ടായിരുന്നു, യൂട്യൂബിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അമൃത സുരേഷ് വീണ്ടും ഒരു കേസായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ബാല മകളുടെ പേരിലുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുത്തു, ഇൻഷുറൻസ് തുക അടിക്കാറില്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് കൃത്രിമങ്ങൾ കാണിച്ചു, ഡിവേഴ്സ് പെറ്റീഷൻ പേപ്പറിൽ കൃത്രിമങ്ങൾ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഇനി അവർ തമ്മിൽ ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരങ്ങനെ ഇഷ്യൂസ് പറയില്ല, ചെയ്യില്ല, എടുക്കില്ല എന്നെല്ലാം പറഞ്ഞ് രണ്ടുപേരും ഒത്തുതീർപ്പാക്കി വിട്ടതിന് ശേഷം വീണ്ടും ഇങ്ങനെ ഒരു കേസായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുകയൊക്കെ ചെയ്ത് നമ്മുടെ അമൃത സുരേഷ്. അതിന് പ്രതികരണവുമായി നമ്മുടെ ബാലയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ടില്ല, എന്ത് സംഭവം എന്ന് എനിക്കറിയില്ല, എൻ്റെ പേരിൽ കുറേ കേസ് കൊടുത്തിരുന്നു, ഞാനത് ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ, എനിക്ക് എന്താണെന്നറിയില്ല, അതറിയാതെ നിങ്ങളോട് പ്രതികരിക്കാൻ പറ്റില്ല എന്ന് ന്യൂസിനോട് പ്രതികരണം പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇങ്ങനൊരു കാര്യം മുൻ ഭാര്യയായ ഡോക്ടർ എലിസബത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഭയങ്കര ഡിപ്രഷനിലാണെന്നും ജോലി സ്ഥലത്ത് നിന്ന് ജോലിയുടെ പ്രഷറും കാര്യങ്ങളും മനസ്സിന് വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഡിപ്രഷനിലാണെന്നും തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്, അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ കുറച്ച് ദിവസം താമസിക്കാനും മൈൻഡൊന്ന് റിഫ്രഷ് ആക്കാനും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആൾ നാട്ടിലെത്തിയതിന് ശേഷം ആളുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അത് ഈ സെയിം ഡേ, അതായത് നമ്മുടെ അമൃത സുരേഷ് കേസ് കൊടുത്തു എന്ന് നമ്മൾ പബ്ലിക് അറിയണ ആ ദിവസം ഇന്നലെ നമ്മുടെ എലിസബത്തും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ കുറച്ച് രംഗങ്ങൾ നമുക്ക് കാണാം. തീർപ്പ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അറിയില്ല. ഈ പൃഥ്വിരാജിന്റെ അപ്പനെ പറ്റിച്ച് സ്ഥലമൊക്കെ തട്ടിച്ച് കൂടിയിട്ട് ഈ സിദ്ദിഖ് സാറിനെ പറ്റിക്കണം, അവരുടെ സ്വത്ത് മൊത്തം തട്ടിയെടുക്കണം. അതിൻ്റെ ഭാഗമായി പിന്നെ സിദ്ദിഖ് സാർ സൂസൈഡ് ചെയ്യണം, അങ്ങനെ സംതിങ്. അതിൻ്റെ ഒപ്പം പിന്നെ ഭാര്യയ്ക്ക് വയ്യാണ്ടാവണം, മക്കളുടെ ലൈഫ് മൊത്തത്തിൽ പോകണം, ഒരാൾ ഡിപ്രഷനിൽ പോകണം. സ്വയം ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ മന്നം കൊണ്ട് സത്യം പുറത്ത് വരട്ടണം എന്നൊക്കെ വിചാരിക്കണ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡയലോഗ് പറയും. പക്ഷെ ആ ഡയലോഗ് കറക്റ്റ് അല്ല. പക്ഷെ അത് കാരണം നമുക്ക് പല സ്ഥലത്തും ഇൻജസ്റ്റിസ് ആണ് കിട്ടണേ, പല സ്ഥലത്തും നമുക്ക് നാണക്കേടാണ് കിട്ടണേ. ഈവൻ അതായത് ഇവിടെ